ഇന്നത്തേതൊരു മോർണിംഗ് വ്ലോഗാണ്. ഇന്ന് എല്ലാ മോർണിംഗും ഉള്ള പോലെയല്ല, ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റോടെയാണ് നീറ്റത്. കാരണം കുറേ ദിവസത്തിന് ശേഷം ഇന്നൊന്ന് സ്കൂളിൽ പോകണം. കുറേ ദിവസത്തിന് സ്കൂളിൽ പോകുന്ന ഒരു നമുക്ക് വെക്കേഷൻ ആണെങ്കിലും ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ബോറടിച്ച് തുടങ്ങുമല്ലോ. പിന്നെ ഒന്ന് സ്കൂളിലേക്കൊക്കെ പോകാൻ ജസ്റ്റ് ഒന്ന് പൂതിയാവും. ഇന്ന് അത് മാത്രമല്ല, ഇന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്ക് എത്തിയാൽ മതി. പക്ഷേ രാവിലെ ഞങ്ങൾ ടീച്ചേഴ്സ് കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നിമീഹന്റെ വീട്ടിൽ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇൻട്രസ്റ്റും കൂടി ആട്ടോ. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കേക്കും കൂടി സെറ്റ് ചെയ്തെടുക്കാണ്. കാരണം ഈ കേക്കിന്റെ പണി കഴിഞ്ഞാല് പിന്നെ മീൻ മുറിക്കലൊക്കെ നടക്കുള്ളൂ. ഈ കേക്കും മീനും കൂടി എനിക്ക് അങ്ങോട്ട് ഒരു കംഫർട്ട് അല്ലാത്ത സാധനമാണ്. മീൻ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയൊക്കെ നമ്മൾ കൈ കഴുകിയാലും നമുക്ക് അതിന്റെ സ്മെല്ല് പോവാത്ത പോലെയാണല്ലോ. അപ്പൊ ഞാൻ തേങ്ങ ഒക്കെ നേരത്തെ അരച്ച് വെച്ച് പിന്നെ കേക്കിന്റെ പണി ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് അത് സെറ്റാക്കാൻ വെച്ചിട്ടാട്ടോ പിന്നെ മീൻ മുറിക്കാൻ നിന്നത്. മീൻ ഇന്ന് നമുക്ക് മുള്ളനും ചെമ്മീനുമാണ്. അപ്പൊ ഞാൻ ചെമ്മീന് പൊരിക്കാനാണ് ആക്കുന്നത്. പിന്നെ മുള്ളന് തേങ്ങ അരച്ചിട്ട് കറി വെക്കുക ചെയ്യുന്നത്. അപ്പോഴേക്ക് നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മീനിട്ട് ചെമ്മീനൊക്കെ ഒന്ന് കായം തേച്ച് കുറേശ്ശെ മീൻ ഞാൻ എടുത്തു വെച്ചിട്ടോ. കാരണം ഇന്ന് മിക്കവാറും രാത്രി ലേറ്റ് ആവും വീട്ടിലെത്താൻ. പിന്നെ ഇനി അഥവാ നാളെ രാവിലെ നേരത്തെ എണീറ്റില്ലെങ്കിൽ നമ്മുടെ മീൻകാരൻ പോയി പോകും. രാവിലെ ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പോഴേക്കും മീൻകാരൻ പോകും. ഇൻ കേസ് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ പിന്നെ നാളത്തേക്കും കൂടി ഉള്ള മീൻ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടോ. പിന്നെ ഉപ്പേരിക്കൊക്കെ നേരത്തെ അരിഞ്ഞു വെക്കുന്നതിനെ കൊണ്ട് പണികളൊക്കെ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് തന്നെ കിച്ചണിലെ എല്ലാ പണിയും സെറ്റ് ആവും കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പേരിക്ക് ഉപ്പിടാൻ വേണ്ടിയിട്ട് ഉപ്പിന്റെ ഭരണി എടുത്തപ്പോഴാണ് ഞാൻ കറിയിലും മീൻ പൊരിച്ചയിലും ഒന്നും ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ എന്ന് ആലോചിച്ചത്. അപ്പൊ പിന്നെ അതിലേക്കൊക്കെ പെട്ടെന്ന് ഉപ്പിട്ട് കറി ഞാൻ ഓൾറെഡി തിളച്ചപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉപ്പിട്ട് വെച്ചാലും ഉച്ചക്കല്ലേ കറി എടുക്കുള്ളൂ, അപ്പോഴേക്ക് പിന്നെ സെറ്റ് ആയിക്കോളും. പിന്നെ തിളപ്പിക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ കറി. പിന്നെ വേഗം ഉള്ളി തൂമിച്ചൊഴിച്ച് അങ്ങനെ ചോറിന്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ അരി കലക്കിയിട്ടുള്ള ദോശയാണ്. അതാകുമ്പോൾ നമുക്ക് ആ പണി ചെയ്യുമ്പോഴേക്കും ദോശ ഓരോന്ന് ചുട്ടെടുക്കുമ്പോഴേക്കും നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ സമയം കിട്ടും. പിന്നെ മോന് വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസും കൂടി അടിച്ചു വെക്കുന്നുണ്ട്. കാരണം അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അവന് രാവിലെ സാധാരണ ജ്യൂസും കോഴിമുട്ട പുഴുങ്ങിയതുമാണ് കഴിക്കുക. അപ്പൊ നമ്മുടെ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കുളിച്ച് മാറ്റി ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി.